Welcome to class 11 Physics for HSC, CBSE and ISC. Chapter 4 Motion in a Plane. And today we see the application of circular motion, applications of uniform circular motion. അപ്പോൾ ഇത് +1 ഫിസിക്സ് ക്ലാസ്സാണ്. HSC, CBSE, ISC സ്റ്റുഡൻസിനുള്ളതാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ ചാപ്റ്റർ. അതിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. രണ്ട് ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോബ്ലവുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും. ആപ്ലിക്കേഷൻസ് ഓഫ് സർക്കുലർ മോഷൻ. ടുഡേ വി സി ആപ്ലിക്കേഷൻസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ, ക്ലാസ് 11 physics. The first application, before seeing the two applications, we see what is called centrifugal force or pseudo force. Centrifugal force or pseudo force, what is it? Centrifugal force എന്താണെന്നാണ് ആദ്യം പറയുന്നത്. It is defined as the outward radial force experienced by a body during its circular motion. The centrifugal force, which is a fictitious force, also known as pseudo force, is defined as the outward radial force experienced by a body during its circular motion. ഒരു വസ്തു സർക്കുലർ മോഷൻ നടത്തുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, ഒരു സ്യൂഡോ ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ, യഥാർത്ഥമായൊരു ഫോഴ്സ് അല്ല. ഒരു ഫ്രെയിമിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് സിസ്റ്റത്തിൻ്റെ. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഫോഴ്സ് ബിക്കോസ് ഇറ്റ്സ് സോഴ്സ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്, ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ന്യൂമറിക്കലി ഈക്വൽ ടു mv²/r, ദാറ്റ് ഈസ് mr², ദാറ്റ് ഈസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സർക്കുലർ മോഷൻ, ഒരു സ്റ്റോൺ കൊണ്ട് ഒരു സ്റ്റോൺ ചരടിൽ കെട്ടിൽ സർക്കുലർ മോഷൻ നടത്തിയാൽ ആ ചരട് കൊണ്ട് അകത്തേക്ക് വലിക്കുന്നത് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷനാണ് mv²/r. അതേസമയം ചരട് പുറത്തേക്ക് വലിക്കുന്നുണ്ട്. ആ ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റോൺ പോകുന്നത് പുറത്തേക്ക് തെറിച്ചു പോകും. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പം ന്യൂമറിക്കലായിട്ട് തുല്യമാണ്. ഇത് കറക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഒരു ബസ്സിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ആ ബസ് ടേൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് നമ്മളെ തള്ളി മാറ്റിപ്പെടുന്ന പോലെ അനുഭവപ്പെടും. അത്തരം ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഔട്ട്വേർഡ് റേഡിയൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഡ്യൂറിങ് ഇറ്റ്സ് സർക്കുലർ മോഷൻ. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഫോഴ്സ് ബിക്കോസ് ഇറ്റ്സ് സോഴ്സ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്, but its magnitude is same as that of centripetal force. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ന്യൂമറിക്കലി ഒന്നാണ്, ന്യൂമറിക്കലി സെയിം ആണ്. ഇനിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇത് സർക്കുലർ മോഷൻ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ബാങ്കിങ് ഓഫ് റോഡ്സ്, ബാങ്കിങ് ഓഫ് റെയിൽസ്, ബാങ്കിങ് ഓഫ് കർവ്സ്. ബാങ്കിങ് ഓഫ് റോഡ്സ് ഓർ ബാങ്കിങ് ഓഫ് റെയിൽസ് ഓർ ബാങ്കിങ് ഓഫ് കർവ്സ്. വളവിലെ ചരിവ് എന്ന് പറയും. വളവുകളിൽ ചരിവ്. ഈ റോഡൊക്കെ എവിടെയെല്ലാം വളയുന്നു അവിടെയെല്ലാം റോഡ് ചരിച്ചു നിർമ്മിക്കും. ആ കർവിൻ്റെ ഔട്ട്വേർഡിലേക്ക് പോകുമ്പോൾ ആ റോഡിന് പൊക്കം കൂടുന്നത് കാണാം. വളവുകളിൽ റോഡ് നിർമ്മിക്കുമ്പോൾ അകത്തേക്ക് ചരിച്ചാണ് നിർമ്മിക്കുന്നത്, പുറത്തേക്ക് ചെല്ലുന്നവർ റോഡിന് പൊക്കം കൂടും. അതിനാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ബാങ്ക്, തീരം പോലെ അത് കിടക്കും, ഒരു സമുദ്ര തീരം പോലെ ചരിഞ്ഞു കിടക്കും റോഡ് വളവുകളിൽ. അതാണ് ബാങ്ക് എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇൻ ഹില്ലി ഏരിയാസ് സർക്കുലർ ടേൺസ് ആർ വെരി ഫ്രീക്വൻറ്റ് and sharp. Therefore, roads are made in such a way that their outer edge is slightly raised than the inner edge, so that sufficient centripetal force could be provided. This is called bagging of a road. In hilly areas, ഈ പർവ്വത നിരകളിൽ, മലനിരകളിൽ റോഡുകൾ പണിയുമ്പോൾ സർക്കുലർ ടേൺസ് ആർ വെരി ഫ്രീക്വൻറ്റ്. അവിടെ വളവുകളുണ്ടാകും, ഷാർപ്പായിട്ട് വളവുകളുണ്ടാകും. Therefore, roads are made in such a way that their outer edge is slightly raised. റോഡിൻ്റെ പുറം ഭാഗം അല്പം പൊക്കി നിർമ്മിക്കും, അകത്തെ വീഴ്ച. അങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു സപ്ലൈ സഫീഷ്യൻറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ കർവ്ഡ് മോഷൻ. അപ്പോൾ സർക്കുലർ മോഷന് ആവശ്യമുള്ള ഫോഴ്സ് നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്. ഇതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. തീവണ്ടിപ്പാലാണെങ്കിൽ ഔട്ടർ റെയിൽ എപ്പോഴും ഇന്നർ റെയിലിനെ അപേക്ഷിച്ച് പൊക്കി സൂക്ഷിക്കും.
വളവുകളിൽ. ബാങ്കിങ് ഓഫ് റെയിൽസ്, രണ്ട് പൊതുവെ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കർവ്സ്, വളവിലെ ചരിവ്. അപ്പോൾ ഒരു കാർ ടേൺ ചെയ്യുമ്പോഴുള്ള ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്, ഈ ഡയഗ്രാം വരയ്ക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വരച്ചാൽ മതി. ആ സ്ലോപ്പ് കാണിക്കുക, തീറ്റ എന്നുള്ള സ്ലോപ്പ് കാണിക്കുക, എച്ചും ഡിയും കാണിക്കുക. അതായത് റോഡിൻ്റെ പുറത്തെ ഭാഗവും അകത്തെ ഭാഗവും തമ്മിലുള്ള അകലം, അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഹൈറ്റ് എച്ച് ആണ്. ആ സ്ലാൻഡിങ് പൊസിഷനിലാണ് റോഡ് നിൽക്കുന്നത്. അതിന് പുറത്തൊരു വാഹനത്തിന് മതി നമുക്കൊരു പോയിന്റ് ഇട്ടാലും മതി. ഒരു പോയിന്റ് ഇട്ട് കാണിക്കാം. പടം വരയ്ക്കണമെങ്കിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി. റോഡാണ് ഇങ്ങനെ വളച്ചിങ്ങനെ വരച്ചിരിക്കും നമ്മൾ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എം ജി റിപ്പോർട്ട് പ്രവർത്തിക്കും. ട്രാക്ക് മേൽപോട്ട് നോർമൽ റിയാക്ഷൻ കൊടുക്കും. അത് എന്നെന്ന് പറയും. ആ എന്നെ റിസോൾവ് ചെയ്യും. എൻ കോസിൻ്റെ അപ്വേർഡ് എൻ സൈൻ തീറ്റ ഹോറിസോണ്ടലായിട്ട്. എൻ സൈൻ തീറ്റയാണ് ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് വരുന്നത്. എൻ കോസ് തീറ്റ ആ ബസ്സിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ വെയിറ്റ് ആയിട്ട് മാറും. സോ ഫിഗർ ഷോസ് ദി പൊസിഷൻ ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് ട്രാക്ക്. Theta is the angle of banking, H is the height of the outer portion of the track, D is a separation, the horizontal separation, and vehicle weight mg is acting downward. N is the normal reaction applied by the track, and this normal reaction N is resolved into two components, N cos theta upward and N sin theta horizontally. N sin theta supplies the necessary centripetal force and N cos theta balances with the weight of the vehicle. അപ്പോൾ ട്രാക്കിൽ വെഹിക്കിൾ നിൽക്കുന്ന പടം നോർമൽ റിയാക്ഷൻ എന്നാണ് റിസോൾവ് ചെയ്യും. എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ്. ഇവിടെ ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ബൈ ഡി എന്ന് കിട്ടും. ടാൻ തീറ്റയ്ക്ക് വേറെ ഇക്വേഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. ആ ട്രയാങ്കിളിൽ ടാൻ തീറ്റ എച്ച് ബൈ ഡി ആണ്. ഹൈറ്റ് ഓഫ് ദി ഔട്ടർ പോർഷൻ ഓഫ് ദി ട്രാക്ക് ബൈ ദ ബേസ്. If theta is the angle of banking, we have tan theta is h by d, or tan theta definition, where h is the height of the outer edge from the level of inner edge, and d is the width of the road. And in cos theta mg, in cos theta balances with the weight. Also, in sin theta is mu square by r. In sin theta supplies the necessary centripetal force. So, dividing the second equation by first equation. If the vehicle of mass m takes a circular turn of radius r and on a banked road with b, then tan theta is square by r. ഇവിടെ നോക്കുക, the first equation is n cos theta is mg. The second equation is n sin theta is mu square by r. Divide second equation by first equation. N sin theta by n cos theta. N cancel. Tan theta. M will cancel. We get v square by rj. So, the angle of banking is given with the equation. The angle of banking theta is given by the equation tan theta equal to v square by rg. So, tan theta has two relations, v square by rg, and also tan theta is h by d. Equating these two, we can find the height of the track. ഇപ്പോൾ ഇവിടെ ഈ തീറ്റയെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് ബാങ്കിങ്. ടാൻ തീറ്റയ്ക്ക് രണ്ട് ഇക്വേഷനാണ്, ഒന്ന് എച്ച് ബൈ ഡി, പിന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച എൻ സൈൻ തീറ്റ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാൻ തീറ്റ വി സ്ക്വയർ ബൈ ആർ ജി. തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് ഗിവൺ വെലോസിറ്റിക്ക് ട്രാക്കിന് ഔട്ടർ എഡ്ജിൽ എത്ര പൊക്കം വേണം, എച്ച്, അത് കണ്ടുപിടിക്കാനാവും. ഇതേപോലെയുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് ബെൻഡിങ് ഓഫ് എ സൈക്ലിസ്റ്റ്. ഒരു സൈക്ലിസ്റ്റ് വളവ് തിരിയുമ്പോൾ അദ്ദേഹം സൈക്കിൾ ഉൾപ്പെടെ ബെൻഡ് ചെയ്യും ആ വളവിനുള്ളിലേക്ക്. എന്തിനാണ്? ബെൻഡിങ് ഓഫ് എ സൈക്ലിസ്റ്റ് ഓൾവേസ് ബെൻഡ്സ് ഹിംസെൽഫ് വിത്ത് ദി വെർട്ടിക്കൽ വൈൽ ടേക്കിംഗ് എ സർക്കുലർ ടേൺ ഓൺ ദി ഗ്രൗണ്ട് സോ ദാറ്റ് ഹീ കുഡ് പ്രൊവൈഡ് ഹിംസെൽഫ് എ സഫിഷ്യൻറ്റ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. A cyclist bends himself with the vertical while taking a circular turn on the ground so that he could provide himself a sufficient centripetal force. ഒരു സൈക്ലിസ്റ്റ് വളവ് തിരിയുമ്പോൾ അയാൾ ബെൻഡ് ചെയ്യും വളവിനുള്ളിലേക്ക്. അങ്ങനെ ചെയ്യുന്നത് സർക്കുലർ മോഷന്, കർവ്ഡ് മോഷന്, ടേണിങ്ങിന് ആവശ്യമുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് നൽകാൻ വേണ്ടിയാണ്. So the question may be like this: when a cyclist describes a curve,
he bends his body. Why? The answer is to supply necessary centripetal force required for carotid motion. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതിനൊരു പ്രൂഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. ടാൻ തീറ്റ ഈസ് വി സ്ക്വയർ ബൈ ആർ ജി. ആ റോഡിന് ബാഗിങ് ഓഫ് റോഡിനെ കിട്ടിയ ഇക്വേഷൻ ഇവിടെയും ബാധകമാണ്. കൺസിഡർ എ സൈക്ലിസ്റ്റ് ഓഫ് മാസ് എം, സൈക്കിൾ പ്ലസ് മാൻ, taking a circular turn of radius r on the ground with a speed v for which he has to bend himself by an angle theta with the vertical. Then we have n cos theta is mg and n sin theta m square by r. ഇവിടെ n cos theta വെയിറ്റുമായിട്ട് സൈക്ലിസ്റ്റിൻ്റെ വെയിറ്റുമായിട്ട് ബാലൻസ് ചെയ്യും. n sin theta is m square by r dividing n sin theta by n cos theta. n cancel, tan theta is v square by rg, where v is the velocity, speed of the cyclist. So, in banking of road and also in cyclist motion on a curved road, the equation is same. Tan theta is v square by rg. In the first case, theta is the angle of banking. In this case, theta is the angle that the cyclist makes with the vertical. അപ്പോൾ ഇതിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. Questions: what is centrifugal force? നമ്മൾ ആദ്യം പറഞ്ഞത്. Number 2, explain banking of roads or rails. Next question, cyclist bends his body when takes a turn, takes a curve. Why? അതിൻ്റെ ഉത്തരം to supply necessary centripetal force required for circular motion. ഒരു സൈക്ലിസ്റ്റ് വളവ് തിരിയുമ്പോൾ എന്തിനാണ് ഈ സൈക്കിൾ ഉൾപ്പെടെ ഉള്ളിലേക്ക് വളയുന്നത്, ബെൻഡ് ചെയ്യുന്നത്? അത് ആവശ്യമുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് നൽകാൻ വേണ്ടിയാണ്. സർക്കുലർ മോഷന്, കറൂഡ് മോഷന് ആവശ്യമുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് നൽകാൻ വേണ്ടിയാണ്. ഇനി ചില പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം ബാഗിങ് ഓഫ് റെയിലാണ്, റോഡ് അല്ലെങ്കിൽ കർവ്. എ ട്രെയിൻ റെയിലാണ്. എ ട്രെയിൻ റൗണ്ട്സ് ആൻ അൺബാങ്ക്ഡ് സർക്കുലർ ബെൻഡ്. ബാങ്ക് ചെയ്യാത്ത ഒരു ബെൻഡിലൂടെ പോവുകയാണ്. അൺബാങ്ക്ഡ് സർക്കുലർ ബെൻഡ് ഓഫ് റേഡിയസ് 30 മീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h. ദ മാസ് ഓഫ് ട്രെയിൻ ഈസ് 10⁶ kilogram. What provides the centripetal force required for this purpose? The engine or the rails, the outer or the inner rail? What provides the centripetal force required for this purpose? The engine or the rails, the outer or the inner rail? Which rail will wear out faster? The outer or inner rail? What is the angle of banking required to prevent wearing out of the rails? അപ്പോൾ ഇതിൽ ചോദ്യത്തിൻ്റെ ഒരു പാർട്ടിൻ്റെ ഉത്തരം ഇതിനകത്ത് തന്നെയുണ്ട്. വിയർ സംഭവിക്കുന്നത് റെയിലിലാണ്. അപ്പോൾ അത് ആ മുകളിലത്തെ ചോദ്യമാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഒരു കർവ്ഡ് അൺബാങ്ക്ഡ് കർവ് സഞ്ചരിക്കുകയാണ്. 30 മീറ്ററാണ് കർവിൻ്റെ റേഡിയസ്. സ്പീഡ് 54 km/h. അതിൽ നമ്മൾ മീറ്റർ/സെക്കൻഡ് ആക്കുമ്പോൾ 15 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ദ മാസ് ഓഫ് ദി ട്രെയിൻ ഈസ് 10⁶ kilogram. വാട്ട് പ്രൊവൈഡ്സ് സെൻട്രിപീറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദിസ് പർപ്പസ്? അപ്പോൾ ഇതിനാവശ്യമുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് നടക്കുന്നത് എന്താണ്? ദ എഞ്ചിനാണോ? റെയിൽസ് ആണോ? അതിൽ തന്നെ ഔട്ടർ റെയിലാണോ, ഇന്നർ റെയിലാണോ? ഉത്തരം ഔട്ടർ റെയിൽ എന്നാണ്. വിച്ച് റെയിൽ വിൽ വിയർ ഔട്ട് ഫസ്റ്റ്? ഏതാണ് പെട്ടെന്ന് തേയ്മാനം ഉണ്ടാകുന്നത്, ഡാമേജ് ഉണ്ടാകുന്ന ഏതിനാണ്? ദ ഔട്ടർ ഓർ ദ ഇന്നർ റെയിൽ? അത് ഔട്ടർ റെയിലാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ബാങ്കിങ്? ഇത്രയും ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഐഡിയയും വരുന്ന ഒരു ചോദ്യമാണ്. ഓൾ ഐഡിയാസ് ആർ ഇൻക്ലൂഡഡ്. All points are included in the question. The answer is centripetal force is provided by the lateral thrust due to the outer rail or the flanges of the wheels. വീൽസിൻ്റെ ഫ്ലാഞ്ചസിൽ ഔട്ടർ റെയിൽ കൊടുക്കുന്ന ഫോഴ്സാണ് സെൻട്രിപീറ്റലായിട്ട് മാറുന്നത്. Therefore, the train exerts an equal and opposite thrust on the outer rail in accordance with the Newton's third law, causing the wear and tear. അപ്പോൾ ഈ ഫ്ലാഞ്ചസ് ഔട്ടർ റെയിലിൽ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഔട്ടർ റെയിൽ തിരിച്ചും പ്രയോഗിക്കും. അത് ഔട്ടർ റെയിലിൻ്റെ ഡാമേജിന് കാരണമാകും, വിയർ ആൻഡ് ടിയറിന് കാരണമാകും. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ, ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ എന്നുള്ള ആ കേസ് വെച്ച്
ഇനി നമ്മൾ ആംഗിൾ ഓഫ് ബാങ്കിങ് കാണുകയാണ്. ടാൻ തീറ്റ ഈസ് വി സ്ക്വയർ ബൈ ആർ ജി. ആർ സ്മോളോ ക്യാപിറ്റൽ എഴുതാം. ഗിവൺ വി ഈസ് ഈക്വൽ ടു 54 kilometer per hour. We convert it into meter per second by multiplying it by 1000 by 16 to 60. That is 3600. That is 15 meters second raised to minus 1. Or you simply say 54 kilometer per hour can be converted into meter per second by multiplying it by 5 by 18. 54 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഗുണിക്കുമ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഓർക്കുക, ഓരോ 18 കിലോമീറ്റർ പെർ അവറും ഓരോ 18 കിലോമീറ്റർ പെർ അവറും 5 മീറ്റർ പെർ സെക്കൻഡ് തുല്യമാണ്. അപ്പോൾ 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ്. 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 18 ഇരട്ടി, അത് 10 മീറ്റർ പെർ സെക്കൻഡ്. 54 3 ഇരട്ടി, 18 3 ഇരട്ടി. 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 15, 5, 10, 15 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഓർത്താലും മതി. ഈ 36, 54, 72 എന്നൊക്കെയുള്ള വാല്യൂസാണ് തരുന്നത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. ചിലപ്പോൾ മാറ്റിയും പറയാം. അപ്പോൾ ഈ 18, 36, 54, 72 ഒക്കെ തന്നാൽ നമ്മൾ 5 വെച്ച് കൂട്ടിയെടുത്താൽ മതി ഓരോ 18നും. R is 30 meter. Tan theta is v square by r. 15 into 15 by 30 into 90. 0.7654. Therefore, theta is 37.4 degree. That we get from the tables or from a scientific calculator. Next problem. A motorcyclist driving with a speed of 0.6 kilometer per minute goes over a turn of radius of curvature 50 meter. Calculate his centripetal acceleration and his inclination with the vertical. G 10 meter per second square and tan 12.4 is 0.2. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിസ്റ്റ് മോട്ടോർ സൈക്ലിസ്റ്റാണ്. അയാളൊരു കർവ് എടുക്കുകയാണ്. കർവിൻ്റെ റേഡിയസ് 50 മീറ്റർ, പിന്നെ സ്പീഡ് 0.6 കിലോമീറ്റർ പെർ മിനിറ്റാണ്. അപ്പോൾ 0.6 കിലോമീറ്റർ പെർ മിനിറ്റിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഇത് കിലോമീറ്റർ പെർ അവർ അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അതെങ്കിലും മാറ്റി നോക്കിയേ. സ്പീഡ് ഓഫ് മോട്ടോർ സൈക്കിൾ 0.6 കിലോമീറ്റർ പെർ മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ താഴെ 60 തരണം. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 10 ക്യൂബ്ഡ്. ഇപ്പോൾ 0.6 into 10 ക്യൂബ്ഡ് by 60, 10 meter per second. Radius of circular path R is 50 meter. Centripetal acceleration is v square by r. 10 square by 50, that is 2 meter per second square. If theta is the angle of inclination with the vertical, then tan theta is v square by rj. 10 square by v is 10. 10 square by 50 into 10, that is 0.2. Tan theta is equal to tan inverse 0.2, 12.4 degree. That is given in the question itself. That is given in the question itself. So, it is given, so no need of referring table, no need of seeing table. ഇനി ഒരു 4 one word question, one sentence question കൊടുത്തിരിക്കുകയാണ്. Question: Why does a child in a merry-go-round press the side of his seat radially outward? അതായത് ഈ മെറിഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വീലാണ്, ജയൻറ്റ് വീലാണ്, ഹോറിസോണ്ടൽ വീലാണ്. അതിൽ കയറുന്ന കുട്ടികളിങ്ങനെ കറങ്ങും. ഒരു വീലിൽ കയറുന്ന കറങ്ങും. പർട്ടിക്കുലർ വീലും ഉണ്ട്, ജയൻറ്റ് വീൽ. മെറിഗോ റൗണ്ട് നമ്മൾ ഈ പാർക്കിലൊക്കെ കാണാം. അതിൽ കുട്ടികൾ കയറുന്ന കറങ്ങുമ്പോൾ, ഇത് കറക്കുമ്പോൾ കുട്ടികൾ ഔട്ട് ബേർഡ് പുഷ് ചെയ്യുന്ന കാണാം. പുറത്തേക്കൊരു വലിച്ചിൽ, ഒരു ഫോഴ്സ് ആൾക്കാർ അനുഭവപ്പെടും. അതിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ: നെയിം 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിമൈൻ കോൺസ്റ്റൻറ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന 3 അളവുകൾ പറയുക. വാട്ട് പ്രൊവൈഡ്സ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ ദി സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദി എർത്ത്. ഭൂമിക്ക് ചുറ്റും ഒരു ഉപഗ്രഹം കറങ്ങിയാൽ അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വാട്ട് പ്രൊവൈഡ്സ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ ദി
revolution of electron around the nucleus. അപ്പോൾ ഇലക്ട്രോൺ മോഷന് ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തിൽ ഇലക്ട്രോൺ മോഷന് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഒന്നാമത്തെ ഉത്തരം മെറിഗോ റൗണ്ട്. മെറിഗോ റൗണ്ടിൽ കുട്ടി പുറത്തേക്ക് പ്രസ് ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണ്? ചൈൽഡ് എക്സ്പീരിയൻസസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അതാണ് കാരണം. പിന്നെ സർക്കുലർ മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റികൾ 3 ആംഗുലാർ വെലോസിറ്റി, സ്പീഡ്, കൈനറ്റിക് എനർജി. ഇവ 3 കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ സാറ്റലൈറ്റ് മോഷനിൽ വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അറ്റോമിക്കൽ സ്ട്രക്ചറിൽ ഇലക്ട്രോൺ മോഷന് വേണ്ടി വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ്? അത് കൂളം ഫോഴ്സാണ്. അതായത് ഇലക്ട്രോണും ന്യൂക്ലിയസ് പ്രോട്ടോണും തമ്മിലുള്ള അട്രാക്ഷൻ, ആ കൂളം ഫോഴ്സാണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് വരുന്നത്. That is all with your 29th lecture. With this, the chapter 4 is over. And in the next class, we start chapter 5, which is laws of motion, Newton's laws of motion. Thank you very much.